നല്ല സൂപ്പർ തക്കാളി കിട്ടിയിട്ടോ. ഇന്നാളിത് കിട്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാണ്ട് കളഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇത് ശരിക്കും നല്ല സലാഡിലൊക്കെ യൂസ് ചെയ്യുന്ന തക്കാളി കേട്ടോ. നല്ല തൊലി നല്ല കട്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചതൊന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർക്കുന്നുണ്ട്. പഞ്ചസാര സാധാരണ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ഫ്രൂട്ട്സിൽ വേറെ പഞ്ചസാര ചേർക്കരുതെന്ന്. കാരണം ഫ്രൂട്ട്സിൽ തന്നെയുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന പഞ്ചസാരയാണ് അതിന് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ വേറെ ചേർക്കരുതെന്ന് പറയുന്നത് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഒന്ന് കഴിക്കണമെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് നമ്മുടെ സാധാ ഷുഗർ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഷുഗർ ചേർക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ രണ്ട് ഏലക്കയും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഇത് അടിക്കട്ടെ. ഇത് കേട്ടോ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മുടെ സാധാ തക്കാളി ആണെങ്കിൽ എങ്ങനെയാണ് നല്ല റെഡ് കളറാണ് ഉണ്ടാവുക. ഇത് അങ്ങനെയല്ല. ഇതിനി അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറച്ച് ക്യാപ്സിക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതായിട്ടൊരു മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അടുത്ത വീഡിയോയിലൂടെ കേട്ടോ. ഇതാട്ടോ എനിക്ക് റെഡും യെല്ലോവും ഗ്രീനും എല്ലാം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോൾ ഇന്ന് വെറുതെ കുറച്ച് കുരുമുളകൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അടുത്തുനിന്ന് വേറെ ഇടാം കേട്ടോ. അങ്ങനെ അതാ ഞാനതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പെട്ടു അരിച്ചെടുക്കും. കാരണം എൻ്റെ അടുത്ത് വലിയ അരിപ്പില്ല ഇവിടെ. അപ്പോൾ ഞാൻ നമ്മുടെ ചോറ് ഊറ്റുന്ന ആ പാത്രം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഊറ്റിയെടുത്തത്. നല്ല റെഡിഷ് കളറൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഏലക്കായ ചേർത്തപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് അടുത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ കുറേ പച്ചക്കറി കൊടുത്ത് വരുമ്പോൾ ആദ്യമൊക്കെ ഞാൻ പറയാം ആർക്കും ആവശ്യക്കാർക്ക് കൊടുത്തോ എന്ന് പറയും. പക്ഷേ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കിട്ടുന്ന വെറുതെ കളഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ആവശ്യക്കാർക്ക് കൊടുത്തതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവരാറ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ.